ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല പനി പിടിച്ചു, ഭയങ്കര ചൂടാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ഒരു പനി പിടിച്ചു കേട്ടോ. ചൂട് സഹിക്കാൻ പറ്റാണ്ട് തോന്നുന്നു, പനി പിടിച്ചു. പിന്നെ അലർജി വന്നു, മുഖത്തൊക്കെ ഒരു തടുപ്പും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ എനിക്ക് 2 ദിവസം പനിച്ചു, അത് കഴിഞ്ഞ് മോൾക്കും പനി വന്നു കേട്ടോ. പിന്നെ അങ്ങനെ പനിയായിരുന്നു, ഒരാഴ്ച പനിയായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല. അപ്പോൾ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റിയില്ല കേട്ടോ. ഈ വീഡിയോ വന്നിട്ട് പനി വരുന്നതിൻ്റെ മുമ്പ് എടുത്തു വെച്ചതാണ്, പക്ഷെ അത് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ടും പിന്നെ ഷോപ്പിലും കുറച്ച് തിരക്കായി കേട്ടോ. ഞാൻ ഇടയിൽ ചെറിയ ഷോർട്സൊക്കെ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ വിഷു ആയിട്ട് ഷോപ്പിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കൃഷ്ണന്മാരൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ സെയിൽ ചെയ്യണം, അതിൻ്റെ തിരക്കും കാര്യങ്ങളും പിന്നെ പാക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും പാക്കിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇത് വിഷുവിൻ്റെ ഒരു 5 ദിവസം മുന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായതുകൊണ്ട് ഞാനിപ്പോൾ മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇടാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഇന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ, വീട്ടുവിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും എല്ലാവർക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. പിന്നെന്താ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇന്ന് കുറച്ച് അടുക്കള വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഷോപ്പിലെ തിരക്കും എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അടുക്കള പണികളൊക്കെ തുടങ്ങി. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഷോപ്പൊക്കെ തുറന്നു. പിന്നെ ഷോപ്പിലെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ വന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, ചൂടെന്ന് പറയാനും പറ്റില്ല, അത്ര ചൂടാണ്. പാലക്കാട് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ചൂട് കുറച്ച് കൂടുതലുള്ള സ്ഥലവും കൂടിയാണ്. ഇപ്പോൾ ഇവിടെ 44-43 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട് കേട്ടോ. ചൂട് ഭയങ്കര ചൂടാണ്, ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ നമ്മളിപ്പോൾ AC ഒക്കെ വെച്ചിട്ട് കുറച്ച് സമാധാനം. രാത്രിയാണ് കൂടുതലും AC ഉപയോഗിക്കുള്ളൂ കേട്ടോ. കിടക്കുമ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. പക്ഷെ പകലൊക്കെ നമുക്ക് ഷോപ്പിലിരിക്കുമ്പോഴേക്കും മതി എന്നാവും കേട്ടോ. അത്ര ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അതെല്ലാവരുടെയും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ചൂട്, മൊത്തത്തിൽ കേരളം മൊത്തം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ എന്തായാലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കുള്ള പണികളൊക്കെ നോക്കുകയാണ് കേട്ടോ. പിന്നെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡപ്പിയിലാക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ അരി ഉഴുന്ന് ആട്ടാൻ വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലിക്കുള്ളതാണ്. അപ്പോൾ ഇഡ്ഡലിക്കുള്ള ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ട്, അരിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരത്തേക്കുള്ളൊരു പണിയായിട്ടുണ്ട്. അപ്പോൾ മാവൊക്കെ അരച്ചിട്ട് 3-4 ദിവസം ആയി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അപ്പം ഇന്നേക്കും വെള്ളത്തിലിട്ടത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പുളിയൊക്കെ അന്ന് ഉണക്കി വെച്ചിട്ട് ഒരാഴ്ചയായി കേട്ടോ. പുളി വാങ്ങിച്ച് ഉണക്കി വെച്ചിട്ട് ഒരാഴ്ചയായി, പക്ഷെ ഭരണിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ശരി പറഞ്ഞിട്ട് ഇന്ന് അതെന്തായാലും ഭരണിയിലാക്കണം എന്ന് വെച്ചിട്ട് ഭരണിയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭരണിയൊക്കെ കഴുകി വെച്ച് 2-3 ദിവസമായി. പുളി പക്ഷെ ഭരണിയിലാക്കാനുള്ളൊരു സമയം സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് പുളിയൊക്കെ ഭരണിയിലാക്കണം എന്ന് വെച്ചിട്ട് കല്ലുപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്ലുപ്പ് ആദ്യം ഭരണിയിൽ അടിയിൽ ഇത്തിരി പരത്തി ഇട്ടു. പിന്നെ അതിന് ശേഷം നമ്മുടെ പുളി, ഉണങ്ങിയ പുളി കുരുവൊക്കെ എടുത്ത് കളഞ്ഞത് അതിന് മേലെ വിരിച്ചു. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഉപ്പ്, പിന്നെ പുളി, അങ്ങനെ ഉപ്പ് പുളി പറഞ്ഞിട്ട് അങ്ങനെ ഈ ഭരണി ഫുള്ളാക്കണം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കുറേ ദിവസം, നമ്മൾ 1 വർഷത്തേക്കൊക്കെ വാങ്ങിച്ച പുളിയാണ്. ഞാൻ 5 കിലോ പുളി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 1 വർഷത്തേക്ക് മതിയാവും വിചാരിക്കണം. എല്ലാ പ്രാവശ്യം തന്നെയാണ് അത്ര തന്നെ വാങ്ങിക്കാറ് കേട്ടോ. അങ്ങനെ പുളിയൊക്കെ ഭരണിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സൗണ്ട് അത്രയ്ക്ക് വരുന്നില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, കിതപ്പും പിന്നെ ഭയങ്കരമായിട്ട് ജലദോഷം പിടിച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ സൗണ്ട് കുറച്ച് നല്ല മാറ്റം വന്നിട്ടുണ്ട്. സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ. എന്നാലും ശരി പറഞ്ഞിട്ട് വോയിസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് നമ്മുടെ പുളിയൊക്കെ ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു ഭരണിയിലും കൂടി ആക്കാനുള്ളതുണ്ട്. അപ്പോൾ ഒരു ഭരണി ഉണ്ട് വീട്ടിൽ, അതിന് പക്ഷേ കുറച്ച് പുളി ഉണ്ടായിരുന്നു കേട്ടോ, പഴയത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ആക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഈ ഒരു ഭരണിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് കറക്റ്റായി മൂടിയില്ലാത്തതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടൊന്ന് കെട്ടി വെച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം അതങ്ങനെ വേറൊരു സ്റ്റീൽ മൂടിയും വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അടുക്കളയ്ക്ക് വന്ന് നമുക്ക് ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ നോക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് കറി വയ്ക്കാൻ പോകുന്നത്, കറി എന്ന് വെച്ചാൽ ഇത് ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വയ്ക്കുന്ന ചെറുപയർ ഉപ്പേരിയാണ്. അപ്പോൾ ചെറുപയർ കുക്കറിൽ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുപയർ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ജസ്റ്റ് വറുത്തിട്ട് അങ്ങനെ കുക്കറിലിട്ടതാണ്. അപ്പോൾ ഒരു 3 വിസിൽ വന്നപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉള്ളിയും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി കടുക് വറുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറിന് അതിലേക്ക് ഇട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് തേങ്ങയൊന്നും ചിരകിടുന്നില്ല കേട്ടോ. വേണമെങ്കിൽ ഇടാം, തേങ്ങ ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പക്ഷേ ഇപ്പോൾ തേങ്ങ ഉപയോഗിക്കുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ. തേങ്ങ അധികം ഉപയോഗിക്കാറേ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ സിമ്പിളായിട്ട് ചെറുപയർ ഉപ്പേരിയും വെച്ചു. അപ്പോൾ ഇതാണ് നമുക്കൊന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് കേട്ടോ. ഉപ്പേരി മാത്രമേ വെച്ചിട്ടുള്ളൂ. ചാറ് വെച്ചോ ഇല്ലയോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മറന്നുപോയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറേ ദിവസം മുന്നത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അന്ന് എന്താ വെച്ചെന്നുള്ളത്. പിന്നെ പനിയൊക്കെ മാറി, പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് ആ വീഡിയോ ഞാൻ സെറ്റാക്കണേ. അപ്പോൾ അന്ന് ചാറൊന്നും വെച്ചിട്ടില്ല, അതാണ് ഇതാ രസമാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അങ്ങനെ രസവും ചെറുപയർ ഉപ്പേരിയാണ് നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്. അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള രസമാണ് കേട്ടോ ഞാൻ വെച്ചത്. എങ്ങനെയെന്ന് വെച്ചാൽ കുറച്ച് പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ജീരകം, കുരുമുളക് എല്ലാം കൂടി മിക്സിയിൽ അങ്ങോട്ട് അടിച്ചു. പിന്നെ ഒരു തക്കാളി അടിക്കാണ്ട് ഇട്ടു കേട്ടോ. എല്ലാം കൂടി നന്നായി പിഴിഞ്ഞ് പിന്നെ കടുക് വറുത്തു. അപ്പോൾ അതാണ് നമ്മുടെ രസം റെഡിയാവുന്നുണ്ട്. പിന്നെ ഉപ്പേരി അപ്പോഴേ വെച്ചു ചെറുപയറും. അപ്പം ഇന്ന് എന്തായാലും ലഞ്ചിന് നമുക്ക് സിമ്പിളായിട്ടുള്ള കറിയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണാം ചേച്ചിക്ക് എന്തായാലും ഉച്ചയ്ക്ക് ദോശ തന്നെയാണ്. അപ്പോൾ ഒരു 3 ദോശ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ദോശയും കൂടി വെച്ചാൽ പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ ഉച്ചത്തെ ചോറ് കഴിക്കലും ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഞാൻ അരി ഉഴുന്ന് അരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉഴുന്ന് അരച്ചിട്ട് വേണം അരി അരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉഴുന്ന് അരച്ച് വെക്കുക. ഉഴുന്ന് അരച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് അരി ഇട്ട് അരച്ച് നമുക്ക് മാവൊക്കെ സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ആ പണിയിലാണ് ഇപ്പം ഞാൻ. പിന്നെ വൈകുന്നേരം മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ കഴിക്കാൻ ഇവിടെ കടയിൽ നമുക്ക് വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വാങ്ങി വെച്ചതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കടയ്ക്ക് പോകണം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് കടയ്ക്ക് പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കൃഷ്ണന്മാരനെ പാക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അത് ഫുള്ളായി കഴിഞ്ഞിട്ടില്ല, ഞാനൊരു 10-60 എണ്ണമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇനിയുണ്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് നൈറ്റ് അതൊക്കെ ഉണ്ട് കേട്ടോ, പണികളൊക്കെ ഉണ്ട് കുറേ. അപ്പോൾ അതിന് മുമ്പ് അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അരി അരിക്കുന്ന സമയത്ത് മോൾ അവിടെയൊക്കെ അടിച്ചു തുടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ മോള് ചെറിയ രീതിയിൽ ഹെൽപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അടിച്ചു തുടയ്ക്കും, അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകും, പിന്നെ തുണികളൊക്കെ അലക്കിയത് മടക്കി വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ മോൾ അവിടെ അടിച്ച് തുടയ്ക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ ഉഴുന്നെടുത്ത് അരി ഇട്ടു കേട്ടോ. ഉഴുന്നത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് അരയ്ക്കുമ്പോഴേക്കും ഒരു സമയമാവും കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ കടയ്ക്ക് പോകാൻ കേട്ടോ. അപ്പോൾ മോള് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് കടയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ ഗ്രൈൻഡറിൽ ഇട്ട ശേഷം അതാ നമ്മളെ കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുട്ട വാങ്ങിച്ചിട്ടോ, 4 മുട്ട വാങ്ങിച്ചു. പിന്നെ ബ്രെഡ് വാങ്ങിച്ചു, പഴം അതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. 5 മിനിറ്റിൽ പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ ഷോപ്പിലേക്കൊക്കെ പോയി വന്നു. ചൂടായതുകൊണ്ട് തന്നെ പോയി വരുമ്പോഴേക്കും മതിയായിട്ട് ആകെ വേർത്ത് കുളിച്ചു.
അടുത്ത് തന്നെയാണ്, എന്നാലും കൂടി വെയിലത്ത് പോയിട്ട് വരുന്ന കാര്യം ഭയങ്കര ഒരു പാട് തന്നെയാണ് കേട്ടോ. പിന്നെ മോള് സോഡ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 10 രൂപയുടെ ചെറിയൊരു സോഡ കുപ്പിയിൽ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നാരങ്ങയോ, അപ്പോൾ അവൾ ഉപ്പിട്ടിട്ട് ലെമൺ സോഡ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂട് സമയത്ത് ഇങ്ങനെ നാരങ്ങ സോഡ കുടിക്കാൻ നല്ല രസമായിരിക്കും. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ് കേട്ടോ നാരങ്ങ സോഡ ഉണ്ടാക്കി കുടിക്കൽ ഉപ്പിട്ടിട്ട്. അപ്പോൾ അതാ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും കുടിക്കാൻ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഓരോ ഗ്ലാസ്സൊക്കെ ഉണ്ടാവും. അപ്പം മോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ അവൾക്ക് പഴം നെയ്യും പഞ്ചസാര ഇട്ടിട്ട് ചൂടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നെയ്യും പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൾക്കിപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പഴത്തിൻ്റെ ഈ റെസിപ്പി. മുമ്പൊക്കെ ആണെങ്കിൽ എപ്പോഴും വേവിച്ചിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ എനിക്കും പണി എളുപ്പമായിട്ടോ. പണി എളുപ്പം മാത്രമല്ല പെട്ടെന്ന് അവൾക്ക് കഴിക്കുകയും ചെയ്യില്ല. ഇത് പഴം വേവിച്ച് വരുമ്പോഴേക്കും ഒരു സമയമാവും. അപ്പോൾ ഇതാകുമ്പോൾ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ. വയറ് നിറയും ചെയ്യും, നല്ലതുമാണല്ലോ, ഹെൽത്തിയുമാണ്. എനിക്ക് വായിക്ക് തണുപ്പായിരിക്കണം, ശരീരത്തിന് ചൂടായിരിക്കും. അങ്ങനെ പഴം നെയ്യ് ഒഴിച്ച് ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്രെഡും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മുട്ട വറുത്തിട്ട് അതിൻ്റെ മേലെ ബ്രെഡൊക്കെ വെച്ച് പിന്നെ കുറച്ച് നെയ്യൊക്കെ തേച്ചിട്ട് എന്താ പറയുക ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പനി മാറിയെങ്കിലും ചുമയൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് ഒരു ചുമയും ഒക്കെ ഉണ്ട്, ജലദോഷം, സൗണ്ട് കണ്ടില്ലേ ഭയങ്കര വ്യത്യാസമായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്കിനി ഓംലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. ആദ്യം ഓംലേറ്റ് ഉണ്ടാക്കി പിന്നെ അതിന് ശേഷം ബ്രെഡ് അതിൻ്റെ മേലെ വെച്ചിട്ട് കുറച്ച് നെയ്യൊക്കെ തേച്ചിട്ട് അങ്ങനെ നമുക്ക് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസും കൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളതാണിത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇതാ പഴവും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ചായക്കുള്ള കടി ഇതൊക്കെയാണ് കേട്ടോ. ബ്രെഡ് ഓംലേറ്റും പിന്നെ മോൾക്ക് പഴവും. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരമാണ്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രി കേട്ടോ. ഷോപ്പ് അടച്ചിട്ടില്ല, അടയ്ക്കാൻ പോണേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പാണ് ഞാൻ എടുത്തിട്ട്. പിന്നെ നമ്മൾ കൃഷ്ണന്മാരൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചെറുതായി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഈ കവറിന് വന്നിട്ട് ഒരു കവറിന് 5 രൂപയോ അത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കവർ ഇട്ടാലേ അത് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ കേട്ടോ കൃഷ്ണന്മാരനൊക്കെ. കവർ അല്ലെങ്കിൽ പിന്നെ പൊടിയും അതുകൊണ്ട് പുറത്ത് വെക്കുന്നതല്ലേ, പൊടിയും നിറയും. പിന്നെ ഇങ്ങനെയാകുമ്പോൾ നന്നായി കാണാനും നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കവർ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് അപ്പുറത്ത് ഇതാക്കണം, അമ്മച്ചി എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലി, റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.